ഹലോ ഗൈസ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. ഇവിടെ നല്ല മഴയായിട്ട് വോയിസ് ഓവറിൽ പ്രശ്നം ഉണ്ടാവും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ക്യാമ്പിന് പോവാണ്. അപ്പോൾ ബായ്, ഞാൻ ക്യാമ്പിൽ പോയിട്ട് വരാം. ക്യാമ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്ക് ഇവിടെ ഒരുത്തിരി വയ്യാണ്ട് കിടക്കാണ്. ഇന്നലെ രാത്രി ഒന്നും ഒട്ടും വയ്യായിരുന്നു, പനി തൊണ്ടവേനൊക്കെ ആയിട്ട് ഇരിക്കുന്നു. അപ്പോൾ അവളെ കാണാൻ വേണ്ടി ഒക്കെ കൂടി ചുറ്റിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കോളേജിൽ തുടങ്ങണ ഫസ്റ്റ് ഡേ ആണ്, പുതിയ സെം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഒന്ന് റെഡി ആയിട്ട് കോളേജിൽ പോകണം. 1:30 വരെയുള്ള ക്ലാസ്, അതുവരെ ക്ലാസ്സിൽ പോയി ഒന്ന് ഇരിക്കാമെന്ന് വെച്ചു. ഫസ്റ്റ് ഡേ തന്നെ മുടങ്ങണത് മോശമല്ലേ. 10:30 ആകുമ്പോൾ ക്ലാസ്സിലെത്തിയാൽ മതി, കാരണം ക്യാമ്പൊക്കെ കഴിഞ്ഞ് കുളിച്ചാലൊക്കെ എത്തുമ്പോഴേക്കും ലേറ്റ് ആവും. നമുക്ക് 10:30 വരെ കയറിയാൽ മതി. ഇപ്പോൾ ഇതേ 10:30 ആവാറായി ഓരോരുത്തർ ഓടി തുടങ്ങിയിട്ടാണ് ക്ലാസ്സിൽ പോകാനായിട്ട്. ഞാൻ ക്ലാസ്സിൽ പോകാനായിട്ട് പയ്യാണ് പോയത്. ക്ലാസ്സിൽ പോയപ്പോൾ ആണെങ്കിൽ ആരുമില്ല, മിസ്സുമാരും ഇല്ല. അപ്പം ഞാൻ ലൈബ്രറിയിൽ പോയി കുറച്ച് നേരം അവിടെ കുത്തിരുന്നു, കുറച്ച് നേരം പുസ്തകമൊക്കെ വായിച്ച് അങ്ങനെ അവിടെ ഇരുന്നു. ഫ്രണ്ട്സൊക്കെ ക്ലാസ്സിൽ പോയി, അതുകൊണ്ട് ആരും ഉണ്ടായില്ല. ഫ്രണ്ട്സ് എന്ന് ഉദ്ദേശിച്ചത് ക്ലാസ്സിലെ ഫ്രണ്ട്സ് അല്ല കേട്ടോ. ക്ലാസ്സിലേക്ക് ആകെ അങ്ങനെ 2 ഫ്രണ്ട്സ് ഉള്ളൂ, വേറെ ആരും അങ്ങനെ കമ്പനിയിൽ, കാരണം വല്ലപ്പോഴും ക്ലാസ്സിൽ പോകുള്ളൂ. പിന്നെ അവിടെ ക്യാൻറ്റീനിൽ പോയി ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും വർത്തമാനം പറഞ്ഞിരുന്നു. ഇതിനാണ് സ്പോർട്സിലുള്ള പിള്ളേരാട്ടോ, ഇവരായിട്ടാണ് ഞാൻ കമ്പനി, ഇവരുടെ ഒപ്പമാണ് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ കോളേജ്. ഞാൻ ഈസ്റ്റ് ക്യാമ്പസിലാണ് പഠിക്കുന്നത്. ഞങ്ങൾക്കാണെങ്കിൽ രാവിലെ 8 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ടാണ് 1:30 ആകുമ്പോഴേക്ക് ക്ലാസ് ചെയ്യുന്നത്. ഇവരിപ്പോൾ വീണ്ടും ക്ലാസ്സിലേക്ക് പോകാനായിട്ട് പോവാണ്. എനിക്ക് ക്ലാസ് കഴിഞ്ഞാൽ അതൊരു ഹോസ്റ്റലിൽ പോവാണ്. ഇതാണ് മെയിൻ ക്യാമ്പസ്, ഇവിടെയാണ് ബാക്കി എയ്ഡഡ് കോഴ്സുകളൊക്കെ പഠിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടി ഒരു സിനിമയ്ക്ക് പോകാമെന്ന് വെച്ചു. 2 മണിക്കാണ് സിനിമ. അപ്പോൾ എല്ലാവരും 1:30 ആയപ്പോഴേക്കും ഇറങ്ങി. സെൻട്രൽ സ്ക്വയറിലെ മാളിൽ നിന്ന് ഫ്രീ ടിക്കറ്റ് കിട്ടിയോണ്ടോട്ടെ ഞങ്ങൾ പോണത്. അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ പോകാറൊന്നുമില്ല സിനിമയ്ക്ക്, കാരണം ഇപ്പോൾ 4 മണിയാകുമ്പോഴേക്കും വീണ്ടും ക്യാമ്പിനൊക്കെ പോകണത്. ഇപ്പോൾ സാറ് സമ്മതിച്ചുകൊണ്ട് പോകണതാണ്. ഞങ്ങൾ ഹാൻഡ്ബോൾ ഗേൾസും ഹാൻഡ്ബോൾ ബോയ്സും എല്ലാവരും ഉണ്ടായിരുന്നു. വലിയ ആൾക്കാരൊന്നും സിനിമ കാണാനുണ്ടായില്ല, കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ആദ്യമായിട്ടോ ഇങ്ങനെ സിനിമയ്ക്ക് പോകണം. ഞങ്ങൾ കണ്ട സിനിമ കറക്കം എന്ന് പറഞ്ഞ സിനിമയാണ് ബാസിയുടെ. കുഴപ്പമൊന്നും ഉണ്ടായില്ല, എന്നാലും 1 ടൈം വാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. സിനിമ കണ്ടെങ്കിൽ നേരെ ഓടി ക്യാമ്പിന് പോകാനായിട്ട്. പിന്നെ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി, അതുകൊണ്ട് ക്യാമ്പിന് പോകണതൊന്നും എടുക്കാൻ പറ്റില്ല. ക്യാമ്പ് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഫുഡ് മാർട്ടിലൊന്ന് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. കാരണം വീട്ടിൽ നിന്ന് വന്നിട്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വീട്ടിൽ നിന്ന് വാങ്ങിച്ചില്ല, അപ്പോൾ എല്ലാം വാങ്ങാനായിട്ട് വന്നേക്കാണ്. എല്ലാവരും ഉണ്ട് കൂടെ. നിപ്പ് കണ്ടുകഴിഞ്ഞാൽ ഒരു 50 രൂപയുടെ സാധനങ്ങൾ വാങ്ങുമെന്ന് തോന്നും, പക്ഷെ ഒരു 10 രൂപയുടെ വാഹനം വാങ്ങാനാണ് വന്നേക്കണത്. പിന്നെ ഞങ്ങൾ വൈകുന്നേരത്തെ ഫുഡ് കഴിച്ച് പൊറോട്ടയും ബീഫായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കുഴപ്പമില്ലാണ്ട് അവസാനിച്ചു. അപ്പോൾ ബൈ ഗൈസ്.